സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് വീണ്ടും നീട്ടിവെച്ചു. റിയാദിലെ കോടതിയാണ് കേസ് 9ാം തവണയും മാറ്റിവെച്ചത്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം വിശദാംശങ്ങൾ നൽകും. ജലീൽ, വീണ്ടും ആ കേസ് മാറ്റിയിരിക്കുന്നു. പതിവ് പോലെ എന്താണ് കേസ് മാറ്റാനിടയായ സാഹചര്യം എന്ന ചോദ്യം ഉയരും. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുക അസാധ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഇന്നും നിരാശയാണ്. എന്താണോ മുമ്പൊക്കെ സംഭവിച്ചത് അത് തന്നെ ഇന്നും സംഭവിച്ചിരിക്കുകയാണ്. 9ാം തവണയും റിയാദിലെ ക്രിമിനൽ കോടതി അബ്ദുറഹീമിന്റെ കേസ് നീട്ടിവെച്ചു. റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് രാവിലെ 10 മണിക്കാണ് കേസ് പരിഗണിച്ചത്. റിയാദിലെ സഹായ സമിതിയാണ് ഈ കേസ് നീട്ടിവെച്ച കാര്യം വീണ്ടും നമ്മെ അറിയിക്കുന്നത്. ജയിൽ മോചനത്തിന് ഇനിയും കാത്തിരിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ 10 മണിക്ക് ഓൺലൈൻ, സൗദി സമയം 10 മണിക്ക്, ഇന്ത്യൻ സമയം 12:30 ഓൺലൈനായി കോടതി ചേർന്നപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനുമെല്ലാം ഉണ്ടായിരുന്നു, കോടതിയിൽ ഹാജരായിരുന്നു. അതോടൊപ്പം തന്നെ എംബസി ഉദ്യോഗസ്ഥനായ സവാദ്, എംബസി പ്രതിനിധി സിദ്ദിഖ് തുവൂർ, കുടുംബത്തിന്റെ പ്രതിനിധി സിദ്ദിഖ് തുവൂരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത്. അതോടൊപ്പം ഈ രൂപത്തിൽ നീളുന്ന ഒരു സാഹചര്യത്തിൽ അബ്ദുറഹീമിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയതായി അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. പുതിയ തീയതി, കേസ് പരിഗണിക്കുന്ന പുതിയ തീയതി മാർച്ച് 18-ന് സൗദി സമയം രാവിലെ 11 മണിക്ക്, ഇന്ത്യൻ സമയം 1:30 വിജയകുമാർ. റിയാദിലെ കോടതി ആ കേസ് വീണ്ടും മാറ്റി. 9ാം തവണയാണ് കേസ് മാറ്റിയത്. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ കാത്തിരിക്കണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ അവിടെ നിന്നും അവർ പറയുന്നുള്ളൂ. അതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമല്ല.